പാലക്കാട് ജില്ലയിൽ ഏതോ ഒരു വിദ്യാലയത്തിൽ ഒരു പുൽക്കൂട് ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയ പുൽക്കൂട് ആരോ തട്ടിപ്പൊളിച്ചതാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം. ആ ചർച്ചകൾ ഒരു 10-25 മലയാളം ചാനലുകൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് കാണുമ്പോൾ തോന്നും, ഇത് ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അതുമല്ലെങ്കിൽ ഇവർ പറഞ്ഞു വിട്ട ആരെങ്കിലും ആണോ ഇത് തല്ലിപ്പൊളിച്ചത്? ഒരു പുൽക്കൂട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതേതര സ്വഭാവം വെച്ച് ഒരുവിധം ക്രിസ്മസ് അവസരത്തിൽ കുറെ വീടുകളിൽ ഇങ്ങനെ ഒരു പുൽക്കൂട് പുല്ലുകൊണ്ടോ അങ്ങനെ ഒരു ചെറിയൊരു സംവിധാനം ഒരു ദിവസത്തേക്ക് വേണ്ടി, അതല്ലെങ്കിൽ ഓണത്തിന് പൂക്കളം ഇടുന്നു. എന്നാൽ ഇന്നലെ നടന്ന ഈ ക്രിസ്മസ് പുൽക്കൂട് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നവരെ കാണുമ്പോൾ നമ്മളെ എല്ലാവരെയും ആശങ്കയിലാഴ്ത്താണ്. ഈ പ്രതിഷേധിക്കുന്നവര് ഒരു വിളക്ക് കത്തിക്കാൻ മടിയുള്ളവര്, അതുമല്ലെങ്കിൽ ഒരു ക്രിസ്മസിന് കഴിഞ്ഞ തവണ സാദിഖ് അലി തങ്ങൾ ഒരു കേക്ക് മുറിച്ചതിപ്പോ സമസ്തയുടെ നേതാവ് വലിയൊരു കോടാലിയും കൊണ്ട് നിൽക്കണു, ഇപ്പുറത്ത് PFI ഇപ്പ വെട്ടെന്ന് പറയുന്നു, SDPI നിൽക്കുന്നു. അത്തരത്തിലുള്ള ആൾക്കാർ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലൊക്കെയാണ് വളരെ ദുഃഖത്തില്. ഇവരുടെ ദുഃഖം ഒരു സമ്മിശ്രമാണ്. ഉള്ളിലൊരു ചിരിയും പുറത്തൊരു കരച്ചിലുമായിട്ടാണ് ഈ പുൽക്കൂട് സംഭവം ഇവർ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിനെ മാറ്റി നിർത്തും. അവർ അങ്ങനെ ചെയ്യും. അവർ കാപ്പട്യത്തിലാണ് വളരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കപടതയാണ് അവരുടെ മുഖം. അത് ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു. അവർ അവരുടെ ലവ് ജിഹാദും ഹലാലുമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. എന്തിനാണ് മുസ്ലിം യുവാക്കളെ പറ്റി ജാഗ്രത വേണമെന്ന് കാസ ക്രിസ്ത്യൻ സംഘടന ക്രിസ്ത്യൻ പെൺകുട്ടികളോട് പറയുന്നത്? എന്തുകൊണ്ടാണ് ഭക്ഷണത്തിൽ വർഗീയത? ഇതൊക്കെ ഞാൻ ഇന്നലെ പൊളിച്ചടക്കിയതാണ്. ഇന്ന് പുതിയൊരു പുൽക്കൂട് സംഭവത്തെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഈ പുൽക്കൂട് സംഭവം എന്ന് പറയുന്നത് നടക്കുന്ന വേളയില് നരേന്ദ്രമോദി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ്, ഏറ്റവും താല്പര്യത്തിരിക്കുന്ന ആള്, അദ്ദേഹം ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഡൽഹിയിൽ പോയിട്ട് ജോർജ് കുര്യന്റെ വീട്ടിലും അങ്ങനെയുള്ള പള്ളികളിലൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാൻ പങ്കുചേരാണ്. അതോടൊപ്പം കേരളത്തിന്റെ BJP പ്രസിഡന്റ് K സുരേന്ദ്രൻ, എനിക്ക് തോന്നുന്നു ജെമറിയോസ് പിതാവ്, താമരശ്ശേരിയോ തലശ്ശേരി രൂപതയിലുള്ള ആ പിതാവിനോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച് അവിടുത്തെ ക്രിസ്തീയ കുടുംബങ്ങളിലേക്ക് കേക്കുമായി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തില് അവരിൽ നിന്നും ആഹ്വാനം വരുമോ ഒരു ക്രിസ്മസ് പുൽക്കൂട് പാലക്കാട് പോയി പൊളിക്കാനായിട്ട്? ഒരിക്കലും. ഇത് ചിലപ്പോൾ വല്ല മദ്രസ പൊട്ടന്മാരൊക്കെ ആണെങ്കിൽ വിശ്വസിക്കും ഇത് അവരാ ചെയ്തതെന്നുള്ളത്. പക്ഷെ വിദ്യാഭ്യാസമുള്ള ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഇത് വിശ്വസിക്കില്ല. ഇത് അവർക്ക് യു കനോട്ട് സെൽ ദിസ്. ഇത് നമുക്ക് അവർക്ക് വിൽക്കാൻ പറ്റില്ല. ഇതേ കണ്ടത് പൊളിച്ചത് നരേന്ദ്രമോദിയുടെയും സുരേന്ദ്രന്റെയും പാർട്ടിക്കാരാണെന്ന് പറഞ്ഞ് പിടിപ്പിക്കാൻ പറ്റില്ല. ഇനി ഇതിന്റെ വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ കേരളം ഭരിച്ചിരുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. തൊഴിലില്ലായ്മ വളരെ അധികമുണ്ട്. അപ്പൊ രാഷ്ട്രീയത്തിന്റെ കളികളായിട്ട് പല സാഹചര്യങ്ങളിലും കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, BJP എല്ലാവരും മനുഷ്യരാണ്. തൊഴിലില്ലാതെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാൻ കുറെ ആൾക്കാർ വെറുതെ നടക്കുന്നവരുണ്ട്. അപ്പോൾ രാഷ്ട്രീയ കുതന്ത്രം ഉപയോഗിക്കുന്നവർ ചില സമയങ്ങളിൽ ഇങ്ങനെ ഉപയോഗിക്കും. കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാവ് ഒരു പക്ഷെ CPM നേതാവിന് ഒരു 10,000 രൂപ കൊടുത്തിട്ട് പറയും, നീ പോയിട്ട് ആ പുൽക്കൂട് തകർക്ക്. അതല്ലെങ്കിൽ BJPയിൽ ഒരു നേതാവിനെ പിടിച്ചിട്ട് പറയും. ഇവര് ലോക്കല്ല. കാരണം കേരളത്തിൽ ഇന്ന് ലോട്ടറിയും കള്ളും മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു 10,000 രൂപ കിട്ടുന്ന ഒരു കേസ് വെറുതെ ഒരു പുൽക്കൂട് വെറുതെ തട്ടിയിട്ടാ മതി എന്നുള്ള കേസിന് ചിലപ്പോൾ BJPയിൽ VHPയിലെ തന്നെ ഒരു നേതാവിന് കിട്ടിയെന്ന് വരാം. അത് ഇപ്പുറത്തും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റും ചെയ്തിട്ടുണ്ട്, ലീഗും എല്ലാവരും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാഷ്ട്രീയ കളി. അപ്പോൾ അതിനൊരു വ്യക്തിയായിട്ട് കണക്കാക്കിയാൽ മതി. അത് ചിലപ്പോൾ ഇതിൽ ഒരു പക്ഷെ പങ്കെടുത്ത ഏതെങ്കിലും മനുഷ്യരായിരിക്കാം. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ പോയിട്ട് ഒരു BJPയുടെ നേതാവിനോ ഏതെങ്കിലും ഒരു ലോക്കൽ ചോട്ടായനെ പിടിച്ചിട്ട് പറയും, ഇന്നൊരു 10,000 രൂപ നീ പോയിട്ട് ഒരു പുൽക്കൂട് തട്ടിക്കളയി. അതും ഇവര് അതിന്റെ പിന്നാലെ ക്യാമറയുമായിട്ട് പോയതാണ് ഈ സംഭവം. അതിന്റെ പേരിലാണ് സഭ. ഇപ്പൊ Media1 ചാനലിന്റെ പ്രശ്നം, ആൻഡ്രൂ സ്ഥാനത്ത് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ക്രിസ്ത്യൻ സമൂഹം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് ഏതോ ഫ്രിഞ്ച് എലമെന്റ് ആണ് ചെയ്തതെന്ന് പറഞ്ഞു. ഇത് Media1 സഹിക്കാൻ പറ്റിയില്ല. കാരണം അവർക്ക് അക്രമം എന്തെങ്കിലും പൊട്ടിപ്പുറപ്പെടണം, അതല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ ഗ്യാൻവാപ്പി ശിവക്ഷേത്രം ഇപ്പോൾ തിരിച്ചു പിടിക്കും, സമ്പാലിലെ ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിക്കും. അതിന് ക്രിസ്ത്യാനികളെയും കൂടി ഇവരുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ട്
കൊണ്ടുപോകണം. ഇതാണ് ഇത്തരത്തിലുള്ള ചില ഘടകങ്ങളുടെ, ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള ചില ഘടകങ്ങളുടെ ആവശ്യം. തന്നെയുമല്ല, ഇവിടെ ഒരു ഹൈന്ദവ ക്രൈസ്തവ ധ്രുവീകരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇലക്ഷനിൽ, അടുത്ത തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ ഇതെല്ലാം പ്രകടമാകുന്നു, വ്യക്തമായിട്ട് അറിയാം. ഇനി പുൽക്കൂടിലേക്ക് തിരിച്ചു വരാം. വെറും ഒരു പുൽക്കൂടാണ് പൊളിച്ചിരിക്കുന്നത്. അവര് 1500 വർഷം പഴക്കമുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി പിടിച്ചെടുത്തിട്ടില്ല. അത് പിടിച്ചെടുത്തപ്പോ സാദിഖലി തങ്ങളാണ് അത് നന്നായി എന്ന് പറഞ്ഞത്, ചന്ദ്രികയിൽ എഴുതിയത്. അവര് വഖഫ് എന്നും പറഞ്ഞ ഒരു 610 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയിട്ടില്ല. അത് പറയോ നിങ്ങൾ മീഡിയ വൺ? ദാവൂദും അജിൻസും ഇരുന്ന് ഇന്നലെ ചർച്ച ചെയ്യാണ്. അയ്യോ, പുൽക്കൂട് പൊളിച്ചിട്ട് ക്രിസ്ത്യാനികൾക്ക് കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ലടാ. നീ ആരാടാ ഞങ്ങളെ പഠിപ്പിക്കാൻ? നീ പോടാ. നിന്റെ വേല നിന്റെ മനസ്സിൽ വെച്ചാ മതി, മനസ്സിലായ? നിന്റെ വേല നിന്റെ മനസ്സിൽ വെച്ചാ മതി. പുൽക്കൂട്, ഒരു ദിവസത്തേക്കുണ്ടായ ഒരു പുൽക്കൂട് എന്തോ ഒരു സംശയാസ്പദമായ രീതിയിൽ സുരേന്ദ്രൻ പറഞ്ഞു, ഇത് ഇക്കാലത്ത് അടുത്ത കാലത്ത് പാലക്കാട് ജില്ലയിൽ BJP വിട്ടുപോയ നേതാവിന്റെ നേതൃത്വത്തിലാണ് നടന്നതെന്ന് പറഞ്ഞു. അതിന് വല്ല മറുപടി ഉണ്ടോ? അവിടെ ഒരുത്തൻ ഇരിപ്പുണ്ട്, വേറെ ഒരു വലിയ മതേതരൻ എന്നും പറഞ്ഞ് കള്ള സുഡാപ്പി, കോൺഗ്രസ് പാർട്ടിയിലെ, എല്ലാവർക്കും അറിയാൻ പേര്. അവനാണ് ഇപ്പൊ ഒരാളെ ജയിപ്പിച്ചത്. ഇവരൊക്കെ പാടിക്കൂടി കാണിച്ചു കൂട്ടിയതാണ്. കാരണം പാലക്കാടാണ് ജില്ല. അപ്പൊ വ്യക്തമായിട്ട് അറിയാം ആരാ സുരേന്ദ്രൻ പറഞ്ഞതിന്റെ ഉൾപ്പൊരുൾ നോക്കണം. ഇപ്പൊ പാർട്ടി വിട്ടവനുണ്ട്, ഒരു മതേതര കൂതറ കള്ള സുഡാപ്പി, മതേതരനെന്നും പറയണ കള്ള സുഡാപ്പി ഉണ്ട് അവിടെ. അവനോട് വഖഫിന്റെ വിഷയം ചോദിക്കുമ്പോ അവൻ പറയും, അവൻ വഴുതി മാറും, അവിടെ കാണില്ല വഖഫ് എന്ന് പറഞ്ഞാല്. പിന്നെ കഴിഞ്ഞ തവണ ആരാടാ ഈ ഒരു ബൈബിള് കത്തിച്ചത്? മുസ്തഫ എരിഞ്ഞോളിയോ അങ്ങനെയുള്ള ഒരു സ്ഥലത്തുള്ള, അവൻ പേര് പറഞ്ഞിട്ടാണ്, ഞാൻ മുസ്തഫയാന്നും പറഞ്ഞിട്ട് ഒരു ബൈബിള്, POCയുടെ ബൈബിളാ കത്തിച്ചത്. ബൈബിൾ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ബൈബിള് നിങ്ങൾ ചർച്ച ചെയ്യോ മീഡിയ വൺ? ചെയ്യില്ല. ഇനി അവൻ തന്നെ ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എവിടെയോ. അതിന്ന് എല്ലാം ഒരു കവറിലിട്ടിട്ട് പോവാണ്. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാ അവനെ ചിത്രീകരിച്ച? അതൊരു വെറും ഒരു മാനസിക രോഗി എന്നാ പറഞ്ഞേ. അതൊക്കെ ചർച്ച ചെയ്യണം മിസ്റ്റർ മീഡിയ വൺ സുഹൃത്തുക്കളെ. നിങ്ങള് ഇത്തരത്തിൽ ഒരു പുൽക്കൂട് പൊളിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് ഹൈന്ദവ ക്രൈസ്തവ ഏകീകരണവും കള്ള നാണയങ്ങളെ തുറന്നെഴുത്തും തന്നെ നടക്കുള്ളൂ. മനസ്സിലായി നിനക്ക്? ഇനി കാസിം, സംഘപരിവാറും, നീ പറയുന്ന തീവ്രവാദികൾ ഉണ്ടല്ലോ, സംഘടിച്ച് നിന്നെയൊക്കെ ഇവിടുന്ന് കെട്ടിക്കുക തന്നെ ചെയ്യും. ക്രൈസ്തവ വിഭാഗത്തിന്റെ ഭീഷണി ലോകം മുഴുവനും നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ലോകം മുഴുവൻ നിങ്ങളുടെ സ്വഭാവം ഒന്നാണ്. ഇസ്ലാമിക തീവ്രവാദമാണ് ഇന്ന് ലോകം ഇത് ചെയ്യുന്നത്. നിങ്ങളപ്പ പറയും 750 സംഭവങ്ങൾ ഹൈന്ദവര് ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമിച്ചതുണ്ടെന്ന്. എവിടെയെങ്കിലും ഒരാൾ പോകുന്നതിനെ അത്രമാത്രം ഇത് ചെയ്തു എന്തെങ്കിലും ഒരു കൊടി, ശ്രീരാമസേനയുടെ കൊടി ഞാട്ടിയെന്നോ, അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഒച്ചും ബഹളം ഉണ്ടാക്കി, അതൊന്നുമല്ല. നിങ്ങൾ അട്ടപ്പാട്ടെല്ലാം ക്രിസ്ത്യാനികൾ എടുത്തു കളയും. മുസ്ലിം സമൂഹം, ഇസ്ലാമിസ്റ്റുകള്, ഞാൻ പറഞ്ഞ എല്ലാ മുസ്ലിമുകളല്ല, നിങ്ങളിലെ തീവ്ര എലമെന്റ് 10%, നിങ്ങള് ഭൂരിപക്ഷമോ എന്തെങ്കിലും അധികാരം കിട്ടുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കും. ഇനി ഈ പറഞ്ഞ സുരേന്ദ്രൻ പറഞ്ഞ പാലക്കാട് BJP വിട്ടുപോയ നേതാവിന്റെ പാർട്ടി കോൺഗ്രസ്, ഈ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരിക്കുന്നത്. അന്ന് ഒറീസയിലെ കാന്തമാലിലെ കന്യാസ്ത്രീനെ ബലാത്സംഗം ചെയ്തത് ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാ. അതുപോലെ ഒട്ടനവധി അതിതീവ്രമായ ആക്രമണങ്ങൾ നേരിട്ടത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുമ്പോഴോ. അന്ന് ഞാൻ ഒരു നേതാവിൽ നിന്ന് കേട്ടത്, ഈ അക്രമം കാന്തമാലിൽ നടക്കുന്ന സമയത്ത് ഡൽഹിയിലെ ആഭ്യന്തര വകുപ്പിൽ നിന്നും ഒറീസയിലേക്ക് സന്ദേശം വന്നു, ഇത്തിരിയും കൂടിയും അടി നടന്നോട്ടെ എന്ന്, ക്രിസ്ത്യാനികളെ ഇത്തിരിയും കൂടിയും അടിച്ചോട്ടെ എന്ന് ആഹ്വാനം വന്നത് കോൺഗ്രസ് പാർട്ടി ആഭ്യന്തര വകുപ്പിൽ നിന്നാണ്. കോൺഗ്രസ് പാർട്ടിയാണ് ക്രിസ്ത്യാനികളെ, കോൺഗ്രസ് പാർട്ടി ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരിക്കുന്നത് പല ഭാഗത്തും. അപ്പൊ നിങ്ങൾ മണിപ്പൂർ, ഇരിപ്പൂർ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കൊണ്ടുവരും. അത് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി പുൽക്കൂടിലേക്ക് തിരിച്ചു വരാം. പുൽക്കൂട് ഒരു ദിവസത്തേക്ക് വേണ്ടി കുറച്ച് പുല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്ന മരക്കമ്പുകൾ കൊണ്ട് കുട്ടികൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ 1500 വർഷത്തെ പള്ളിയുടെ കണക്ക് പറ, വഖഫിന്റെ കാര്യം പറ. വഖഫ്, ഫറൂഖ് കോളേജ് വിറ്റ വഖഫ് എന്ന ഭൂമി
ജനങ്ങൾ വാങ്ങി ആധാരം കയ്യിലിരിക്കുന്ന ഭൂമി നിന്റെ മതത്തിന്റെ എന്നും പറഞ്ഞ് നീ ഇവിടെ സാമുദായിക സ്പർദ്ധ സൃഷ്ടിച്ചു. ഇസ്ലാമിസ്റ്റുകള് വ്യക്തമായിട്ട് പറയാം. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ നിന്നൊരിക്കലും നമ്പില്ല, നിങ്ങളെ നമ്പില്ല. മീഡിയ വൺ നിങ്ങൾ പറയുന്ന വാദങ്ങള് ഇത് ചെയ്യും. ഇനി ഞാനിത് നല്ല ഭൂരിപക്ഷം വന്ന 75% പോകുന്ന ഹിന്ദു ക്രൈസ്തവ സഹോദരങ്ങളോട് പറയട്ടെ, ഇവർക്കുള്ള മറുപടി മാപ്പിളയ്ക്കും നായർക്കും മൊട്ടത്തലേനും മാധ്യമങ്ങൾ നടത്തുന്ന ഈ കൂതറകളുണ്ടല്ലോ, ഇവരൊക്കെ ഇവരുടെ ചൊൽപ്പടിയിലാണ്. പേടിച്ചിട്ടാ അറബികളെയും കേരളത്തിൽ വരുന്ന കള്ളപ്പണത്തെയും പേടിച്ചിട്ടാണ് ഇവര് മിണ്ടാത്തെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയട്ടെ, നിങ്ങൾ ഇവര് വെക്കുന്ന സോപ്പ്, ചീപ്പ്, കണ്ണാടി, സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, വാങ്ങാതിരിക്കുക. നിങ്ങൾ ഈ ചാനലുകളിൽ പരസ്യം കൊടുത്താൽ വാങ്ങില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കണം. അത് ഞാൻ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും വ്യക്തമായിട്ട് പറയണം. നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ഇവന്റെ സോപ്പും ചീപ്പും കണ്ണാടിയും ആ കച്ചവടം കുറഞ്ഞ് ഇവൻ പരസ്യം കൊടുക്കണ കച്ചവടം കുറയണ ദിവസം ഇവൻ സത്യം പറഞ്ഞു തുടങ്ങും. ആവശ്യമുണ്ടെങ്കിലും ഈ വസ്തുക്കൾ വാങ്ങരുത്. കാരണം ഈ കമ്പോളവൽക്കരണമാണ് നമ്മളെയൊക്കെ ഇല്ലാണ്ടാക്കുന്നത്. ഈ വസ്തുക്കൾ ഇവൻ പരസ്യം കൊടുക്കുന്നത് വാങ്ങുന്നത് കൊണ്ട് മാത്രമാണ് ഇവന്റെയൊക്കെ അഹങ്കാരം. അവിടെ നിൽക്കും ഈ മാധ്യമങ്ങളുടെ ഈ പ്രീണനം. മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും വോട്ട് ചെയ്യുമ്പോഴും സാധനം വാങ്ങുമ്പോഴും രണ്ട് കാര്യം ഓർത്താൽ മതി. ഒന്ന് വോട്ട് ചെയ്യുമേ, രണ്ട് സാധനം വാങ്ങുമേ. അപ്പൊ മാധ്യമക്കാരും രാഷ്ട്രീയക്കാരും സത്യം പറയാൻ പഠിക്കും. ഈ ക്രിസ്മസിലെ പുൽക്കൂട് പൊളിച്ചത് വ്യക്തമല്ലേ? മോഡി അവിടെ ക്രിസ്മസ് ആഘോഷിക്കണം, അദ്ദേഹം ആഹ്വാനം കൊടുക്കില്ല, കമാൻഡ് കൊടുക്കുന്നവരുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഒരു മിലിറ്ററി കമാൻഡ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ കമാൻഡ്, അതെങ്ങനെയാ കമാൻഡ് പോവാന്ന് കേട്ടെ. ഒരു 51 വെട്ടി ഒരാളെ കൊല്ലണ സമയത്ത് ആ കമാൻഡ് മോളിൽ നിന്ന് വരും. ഈ ചെറു ഘടകങ്ങൾ വന്നിട്ട് പറയും നമുക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണം. അപ്പൊ ഏറ്റവും മോളിൽ നിന്ന് വരണം കമാൻഡ്. അപ്പൊ പറയും അതല്ലെങ്കിൽ 52 ആൾക്കാരെ ഒരു ബോഗിയിലിട്ട് കത്തിച്ചു കൊന്നു. അപ്പൊ അവരുടെ അണികൾ വന്നിട്ട് ഈ നേതാവിനോട് പറയും നമ്മുടെ 52 ആൾക്കാരെ ഇന്ന വിഭാഗമാണ് കത്തിച്ചു കൊന്നിരിക്കുന്നത്. അപ്പൊ മോളിൽ നിന്ന് കമാൻഡ് വരും, തിരിച്ചടിച്ചോ. അങ്ങനെയൊക്കെ കമാൻഡ് കൊടുക്കുക. അല്ലാണ്ട് ഒരു പുൽക്കൂട് പൊളിക്കാനൊന്നും ശ്രീമാൻ മോഡിയോ സുരേന്ദ്രനോ അതല്ലെങ്കിൽ ലോക്കൽ ഇത് ആരോ ഒരു 10,000 രൂപ കൊടുത്ത് ഒരു ചോട്ടാ നേതാവിന് കൊടുത്ത് കൊട്ടേഷൻ നൽകി. അത് എന്തായാലും BJP വരില്ല, കോൺഗ്രസിന്നോ കമ്മ്യൂണിസ്റ്റിന്നോ ലീഗിന്നോ വന്നിരിക്കുന്ന ഒരു നീക്കമാണ്. അതിനുള്ള മറുപടി സുരേന്ദ്രൻ പറഞ്ഞു, ഇത് ഈ കാലഘട്ടത്തിൽ ഒരു കുതന്ത്ര BJP നിന്ന് പോട്ടുപോയ കുതന്ത്ര നേതാവിന്റെ അവന്റെ കൂടെ കൂടിയിരിക്കുന്ന കുറച്ച് കള്ളക്കൂതറ മതേതര സുഡാപ്പീണിയും കൂടി ഐഡിയയാണ് പാലക്കാട് നടന്നത്. പാലക്കാടാണ് അതിന്റെ പോയിന്റ്. പാലക്കാട് എന്തുകൊണ്ട് നടന്നുള്ളത് ഹിന്ദുവും ക്രിസ്ത്യാനിയും ചിന്തിക്കണം. ഒപ്പം തന്നെ ഈ വാർത്ത കാത്തിരുന്ന് കേട്ടിരുന്ന ഒരു പുൽക്കൂട് പൊളിച്ചത് നമ്മുടെ മാധ്യമങ്ങള് വിവാദമുണ്ടാക്കി കത്തിക്കാൻ നോക്കണ്. എന്തിനാന്നറിയോ? വോട്ടാണ് അവരുടെ ലക്ഷ്യം. അപ്പം നമ്മള് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇതിലൊന്നും അടിപതറാതെ ഒരുമിച്ച് നിന്ന് ഇവരുടെ ഗൂഢനീക്കങ്ങളെ പൊളിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.